നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇത്രയും ആൾക്കൂട്ടത്തിനിടയിൽ വായിൽ നിന്ന് അങ്ങനെ അധിക പ്രസംഗമൊന്നും വീഴാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മുഖത്തൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്ത് കളിയാക്കും പോലെ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു മാധവി. അല്ല, നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ല പിള്ളേരെ? അല്ലെങ്കിൽ തന്നെ ഈ വയ്യാത്ത പെണ്ണിന്റെ വീട്ടുകാർ എന്ത് വിശ്വസിച്ചാ അന്യരുടെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു വിടുന്നു? ശ്രീയുടെ അച്ഛൻ പറയുന്ന വെച്ച് നോക്കുമ്പോ ഇവളുടെ അമ്മ ഏതാണ്ട് നിങ്ങളോടൊക്കെ ഇവിടെ നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച പോലെ ഉണ്ടല്ലോ. പഴയ കാലമൊന്നല്ല, പ്രായപൂർത്തിയായ 2 ആൺപിള്ളേരുള്ള വീടാ. അവസാനം നമ്മുടെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് നടന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആൺപിള്ളേർ ചിലപ്പോൾ ചില കുറുമ്പൊക്കെ കാട്ടും, അത് സാധാരണയാ. അതിനിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ചില പെൺപിള്ളേർ ഇറങ്ങി തിരിച്ചാ. മാധവി! കനക ഒച്ചയെടുത്തു. ആദ്യമേ ചാടിക്കേറി ഇത്രയും പറയണമെന്ന് കരുതിയതല്ല. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ മനസ്സിലുള്ള മുഴുവൻ അങ്ങ് വന്നുപോയി എന്ന് കരുതി മാധവിക്ക് അതിൽ കുറ്റബോധം തോന്നിയില്ല. മാധവി, ശ്രീ നിർബന്ധിച്ചിട്ടാ ഈ കുട്ടിയുടെ അമ്മ ഇവിടെ ശ്രീയുടെ കൂടെ അയച്ചത്. പിന്നെ ഞങ്ങൾ ആരും ഇവർക്ക് ഇപ്പൊ അന്യരൊന്നും അല്ലല്ലോ. കിരണിന്റെ ഉറ്റ സുഹൃത്തുക്കളാ രണ്ടാളും. ഞങ്ങൾക്ക് സ്വന്തം കുട്ടികളെ പോലെ തന്നെയാ അവര്. കനകം പറഞ്ഞു പൂർത്തിയാക്കി. ശ്രീ രണ്ടുപേരെയും ഒന്ന് മാറി മാറി നോക്കി. ഇതൊക്കെ എന്ത് എന്ന പോലെ നോക്കി നിൽക്കുന്ന നീലാംബരിയെയും കാവ്യയും കണ്ടപ്പോഴാണ് ശ്രീക്ക് ആശ്വാസമായത്. ഇതല്ല, ഇതിനപ്പുറവും ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ് എന്ന ഭാവമാണ് പിള്ളേരിൽ. ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സൂക്ഷിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ പിള്ളേരെ അടങ്ങി ഒതുങ്ങി. മാധവി എന്തോ കൂടി പറയാമെന്നോ മുന്നിൽ കയറുന്നവനെ കാണാതങ്ങ് വിഴുങ്ങിയവർ. എന്താ ഇവിടെ ഒരു കൺഫ്യൂഷൻ? എല്ലാവർക്കും അറിയേണ്ട എന്താണെന്ന് വെച്ചാ എന്നോട് ചോദിച്ചാൽ മതി, ഉത്തരം ഞാൻ തരാം. തങ്ങൾക്ക് മുന്നിൽ കയ്യും കെട്ടി കയറി നിൽക്കുന്നവനെ ശ്രീയും കാവ്യയും നിലയും നോക്കി. ഉണ്ണിക്കുട്ട, ശ്രീ പതിയെ അവനെ വിളിച്ചു. വേണ്ട എന്നൊരു താക്കീത് അതിലുണ്ടായിരുന്നു. മാമ സ്റ്റോപ്പ് ഇറ്റ്. മാധവി ആന്റിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി ചോദിക്കാം. പിന്നെ ഒരു കാര്യം, ചോദിക്കുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മകളെയും സംബന്ധിക്കുന്ന കാര്യം മാത്രമായിരിക്കണം ചോദിക്കുന്നത്. ഇഫ് യു കം ആസ് എ ഗസ്റ്റ്, ബിഹേവ് ആസ് എ ഗസ്റ്റ്. ഡോണ്ട് ട്രൈ ടു ഇന്റർഫിയർ ഇൻ അവർ ഫാമിലി. ഈ വീട്ടിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ ഓൺ ഹോം. ജാന്റെ മട്ടും ഭാവൊക്കെ കണ്ടപ്പോൾ തന്നെ ഓരോരുത്തരെ അകത്തേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. മാധവി ആകെ ഇഞ്ചി അടിച്ച പോലെ ആയിപ്പോയെങ്കിലും നിലയും കാവ്യയും നോക്കി ഇളിയും പാസാക്കി മുഖവും വെട്ടിച്ച് ആവണിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് പോയി. ആവണിക്കും അതായിരുന്നു വേണ്ടത്. കുറെ വിശേഷങ്ങൾ അമ്മയോട് പറയാനുണ്ടല്ലോ അവൾക്കും. ജാന്റെ നിൽപ്പും ഭാവമൊന്നും നീലാംബരിക്ക് അത്ര പിടിച്ചില്ല. കാരണം അത്രയും സമയം ഫോൺ ചെയ്ത് നിന്നവരാണ് ഇപ്പൊ വന്ന് മാസ് ഡയലോഗും പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇത്രയും നേരം ഫോൺ ചെയ്ത് നിന്നിട്ട് ഇപ്പൊ പറയാനുള്ള എന്നോട് പറയാൻ കേൾക്കേണ്ടൊക്കെ നമ്മൾ 3 പേരും കേട്ടില്ലേ? ശ്രീ അമ്മയുടെ മോന് ഒട്ടും ടൈമിങ് ഇല്ല കേട്ടോ. നീലാംബരി അടക്കി പിടിച്ച പോലെ സ്ത്രീയോട് പറയുമ്പോൾ മുന്നിൽ നിന്നും ജാൻ മുഖം തിരിച്ച് അവളെയും നോക്കി. എന്നിട്ട് സ്ത്രീയോടായി ചോദിച്ചു, എന്താ ഞാൻ തിരുവായ തുറന്നിലും അമ്മയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് വാ പിള്ളേരെ, അകത്തേക്ക് പോവാം. അതും പറഞ്ഞ് സ്ത്രീ അകത്തേക്ക് കയറുമ്പോൾ കാവ്യയും നില അവരുടെ കൂടെ അകത്തേക്ക് നടന്നു. ജാന മറികടന്ന് മുന്നോട്ട് നടന്ന് നീലാംബരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ജാൻ അവളെ അവന്റെ മുമ്പിലായി ചേർത്ത് നിർത്തി. തന്റെ പുറത്ത് ചേർന്ന് നിൽക്കുന്നവന്റെ ശ്വാസം തന്റെ ഇടത് ചെവിയിലടിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ നിന്ന് വിറച്ചുപോയി. കയ്യിലിരുന്ന ബാഗിൽ പിടിമുറുക്കി ശ്വാസം പിടിച്ചു വെച്ച് നിൽക്കുമ്പോൾ ഇടത് ചെവിയിൽ അവന്റെ ചുണ്ടുകൾ തഴുകുന്ന പോലെ അവൾക്ക് തോന്നി. ടൈമിംഗ് തെറ്റാ ചെയ്യേണ്ട വേറെ കുറെ കാര്യങ്ങൾ എനിക്കറിയാം. എല്ലാം ഞാൻ നിനക്ക് പതിയെ പഠിപ്പിച്ചു തരാൻ കേട്ടോ. ഇപ്പം അവൾ അകത്തേക്ക് പോയിക്കോ. രഹസ്യം പറയുമ്പോൾ അവൻ പറഞ്ഞതൊക്കെയും അവളുടെ കാതുകളിൽ ഇക്കിളി കൂട്ടി കടന്നു പോകുമ്പോൾ അറിയാതെ അവൾ തലയൊന്ന് വെട്ടിച്ചു പോയി. ഒറ്റയോട്ടത്തിന് കാവിക്കൊപ്പം അകത്തേക്ക് കയറിയ നില പടിവാതിക്കലെത്തിയൊന്ന് തിരിഞ്ഞു നോക്കിയതും പാനിന്റെ 2 പോക്കറ്റിലും കൈയിട്ട് ചെറിയ ചിരിയോടെ അവൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെ, നീ അവളോട് ഇപ്പൊ എന്താടാ പറഞ്ഞേ? എനിക്കും പറഞ്ഞടാ രഹസ്യം. ഞാൻ ആരോടും പറയടാ സത്യം. ജാന്റെ അടുത്ത് വന്ന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് കിരൺ ചോദിക്കുമ്പോൾ ജാൻ അവനെ തലയിരിച്ചൊന്ന് നോക്കി. എന്നിട്ട് കിരണിന്റെ കാതുകളിൽ മുഖം ചേർത്ത് അവനതങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. ഞാൻ അവളോട് പറഞ്ഞതേ ഇതാ, ആരോടും പറയണ്ട. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോകുമ്പോൾ പകച്ചു പോയിരുന്ന കിരണിന്റെ വർത്തമാനകാലം. നിനക്ക് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചേരടാ തെണ്ടി. ദൈവമേ, അവൻ ഇത്രയും വലിയ കാമ്പ്രാതനായിരുന്നോ? ഒരു നിലവിളിയോടെ ലാവണ്യ ഭിത്തിയിൽ പോയി ഇടിച്ചു നിന്നു. അവളുടെ നെറ്റിയും ചുണ്ടും ഒരിക്കൽ കൂടി പൊട്ടി ചോരയൊലിച്ചു. കുറച്ചു ദിവസം മുമ്പുണ്ടായ മുറിവൊക്കെ ഉണങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് അടുത്തത്. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം ദൂരെയുള്ള വൈദ്യശാലയിൽ ഒഴിച്ചിലും തിരുമിലും പത്യം നോക്കലൊക്കെയായി കിടപ്പിലായിരുന്നു മുകുന്ദനും ശശിധരനും കൽപ്പനയും ദത്തിനുമൊക്കെ. മുകുന്ദനും ദത്തിനും മൂത്രം പോകുന്നുണ്ടായിരുന്നില്ല എങ്കിൽ ശശിധരൻ നടുടിച്ച് വീണതിന്റെ ആയിരുന്നു. കൽപ്പനയാവട്ടെ ദേഹമാസകളും മുരഞ്ഞുപൊട്ടലും ചതവും തന്നെയായിരുന്നു. മുകുന്ദനെ നോക്കാൻ നിന്ന ലാവണ്യാണ്. അതൊക്കെ ഒരു ഭാര്യയുടെ കടമകൾ തന്നെയാണല്ലോ.
പക്ഷേ മുകുന്ദൻ ഇപ്പോഴും സംഭവിച്ചു പോയതിന്റെ ഷോക്ക് വിട്ടുമാറിയിരുന്നില്ല. മുറപ്പിണിനെ ഇടയ്ക്കിടയ്ക്ക് തന്റെ വരുതിയിലാക്കി ആഘോഷിച്ചിരുന്നവന് ഇപ്പൊ ലാവണിയെ കണ്ണിന് നേരെ കണ്ടുകൂടാതായി. അടിവയറ്റിൽ വേദന അസഹ്യമായ ദിവസം ലാവണിയെ മുകുന്ദൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. പഴയ പോലെയല്ല, വൈദ്യശാലയിലൊക്കെ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ കാശാണ്. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന ആധാരം പണയപ്പെടുത്തണ്ടായെന്ന് കരുതി ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് തിരികെ വന്നു ശശിധരനും കുടുംബവും. കുളിച്ച് സാരിയും ചുറ്റി നെറുകിൽ സിന്ദൂരവും ചാർത്തി ഒരു കപ്പ് ചായയുമായി മുകുന്ദന്റെ മുറിയിലേക്ക് ഭാര്യ ചമഞ്ഞ് കയറി ചെന്ന് ലാവണ്യ. അവന് നേരെ നാണത്തോടെ നിട്ടിയ ചായക്കപ്പ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ലാവണ്യയുടെ മുടിക്കുത്തിൽ പിടിച്ച് ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു വീണ്ടും അവൻ. ഒരിക്കൽ പൊട്ടി വീർത്ത ചുണ്ടുകൾ വീണ്ടും ചോര പൊടിഞ്ഞു കാണാൻ ഒരു പിടപ്പോടെ മുകുന്ദനെ നോക്കിപ്പോയി അവൾ. അവന്റെ എരിയുന്ന കണ്ണുകളും വിറക്കുന്ന മുഖവും കാണെ അവളിൽ ഭയം നിറഞ്ഞതും ഇറങ്ങി പുറത്തേക്ക് ഓടി അവൾ. വേദന സഹിക്കവയ്യാതെ അടിവയർ പൊത്തിപ്പിടിച്ച് കട്ടിലേക്ക് ഇരുന്നു പോയി മുകുന്ദൻ. മുകുന്ദൻ എന്ന പുരുഷൻ ഒരു കഴിവെട്ടവനും ഇനി ഒരു പെണ്ണിനെയും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവനും ആയി പോകുമോ എന്ന് പോലും ആ വേദനയിൽ അവൻ ഓർത്തുപോയി. ജാന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും കൊല്ലാനുള്ള പക കണ്ണുകളിൽ നിറഞ്ഞു അവന്റെ. ചെറുക്കം വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നു. എന്തൊക്കെയായിരുന്നു? നീലാംബരിയെ മുകുന്ദനെ കൊണ്ട് കെട്ടിക്കുന്നു, തറവാട് എഴുതി വാങ്ങുന്നു, അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മാളിക പണിയുന്നു. എന്നിട്ടോ അവളെ തട്ടിക്കളഞ്ഞിട്ട് എന്റെ മോള് കിട്ടുന്നു. ഇതിപ്പോ തുടക്കത്തിൽ നിന്ന് നേരെ ഒടുക്കത്തിൽ വന്ന് ഇന്ന് പോരായിട്ട് ഇടക്കുള്ളതൊന്നും നടന്നുമില്ല. ഇനി അങ്ങോട്ട് നടക്കുകയില്ല. ദത്തൻ സ്വയം എന്ന പോലെ പറയുകയാണെങ്കിലും ഒളികണ്ണിട്ട് ശശിധരനെയും കൽപ്പനയും നോക്കി. ശശിധരനാകെ മാനസികമായി തളർന്നോട്ടാണെങ്കിലും ഈ പറഞ്ഞു കേട്ട് അയാൾ ദത്തനെ കൂർപ്പിച്ച് നോക്കി. ദത്ത പോരെ കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. നിന്റെ മോളുടെ കല്യാണം ചെലവൊന്നും കൂടെ ആ ചുളുവിൽ നടന്നതിൽ നിന്റെ മനസ്സിപ്പോൾ സന്തോഷിക്കാമെന്ന് എനിക്കറിയാം. കാരണം തറവാട് പൊളിച്ചു വിളിക്കുന്ന പുതിയ വീട് പണിന്നൊക്കെ എൻ്റെ മാത്രം സ്വപ്നങ്ങളായിരുന്നല്ലോ. എല്ലാവരും അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. എൻ്റെ തന്തയെന്ന് പറയുന്ന കിളവനും ഭദ്രയും കൂടി എൻ്റെ കാല് പിടിക്കുന്നവരൊക്കെ കാണണോ? ദൈവം എൻ്റെ കൂടെയാ, ഈ ശശിധരൻ്റെ കൂടെ. ആ കിളവിക്ക് ക്യാൻസറാ. അത് ഉറപ്പിക്കാനുള്ള സ്കാനിങ് ആയി നടന്ന് കുറച്ചു ദിവസം കഴിഞ്ഞാൽ തള്ളയുടെ ആയുസിൻ്റെ തീയതി ഡോക്ടർമാർ പറയും. പിന്നെ ചികിത്സിക്കാൻ വകയില്ലാതെ എല്ലാം വിറ്റുറക്കാൻ എന്റെ കാൽക്കൽ തന്നെ വരും അച്ഛനും മോളും. ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക ഞാൻ. അപ്പൊ ആ മറ്റവളോ, ആ നീലാംബരി, അവൾ ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? കൽപ്പന ചോദിക്കുമ്പോൾ ശശിധരന്റെ ചൊടിയിൽ ക്രൂരമായ ചിരിമിന്നി. അവളെ എവിടെ പോവാൻ? തള്ള എവിടെ കിടക്കുമ്പോ ഇവിടെ തന്നെ വരും അവളും. മാറ്റവും കൊണ്ടുപോയി സൂകിക്കട്ടെ കുറച്ചു കാലം. മടുക്കുമ്പോ അവൻ തന്നെ അവളെ വലിച്ചെറിയും. അതാണ് മറിശരിയാ. എന്തൊരടിയാ പെണ്ണിനെ അവൻ അടിച്ചത്. അവൾക്കൊന്ന് കിട്ടേണ്ട തന്നെയായിരുന്നു. എങ്കിലും അവന്റെ ഒറ്റ അടിയിലേ ആ പെണ്ണിന്റെ ബോധം പോയി. കണ്ടാ പറയോ ആ ചെക്കനാളൊരു വീരനാണെന്ന്. മിന്നണതെല്ലാം പൊന്നല എന്ന് പറയുന്നത് എത്ര ശരിയാ. ആ ചെക്കൻ തീക്കനല്. എങ്കിലും അവളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യായിരിക്കും അവന്? അവന്റെ തള്ളയെ ആ കാലി കൈവച്ചതിന്റെ പ്രതികാരം തീർക്കാനായിരിക്കോ ഇനി കൊണ്ടുപോയത്? നീലാംബരിയുടെ ജാതകദോഷം അവന് ബാധകല്ല. അല്ല, അവളെ തൊടുന്നോ പിറ്റേന്ന് ചത്തുമലക്കുന്നൊക്കെയല്ലേ ആ അരിതം പറഞ്ഞോക്കെ. എനിക്ക് അന്നേ അയാളെ സംശയം ഉണ്ടായിരുന്നു. പെണ്ണിനെ ഒറ്റക്ക് സൂഹിക്കാനുള്ള അടവാ അയാളുടെ പൂജയും മന്ത്രമൊക്കെ. അന്നാ പോയതോ പോയി. വീണ്ടും പോയി അയാളെ കണ്ട് ഏലസും പൂച്ചു വാങ്ങി പെണ്ണിനെ വില പറഞ്ഞുറപ്പിക്കാൻ ആളിയന് ഭ്രാന്തുണ്ടായിരുന്നു. അതും അഡ്വാൻസ് ആയിട്ട് പണവും വാങ്ങിക്കുന്നു. അതിനെന്താ, അവസാനം കിട്ടിക്കോളും. ഞാൻ അന്വേഷിച്ചു ദത്ത. വല്യമ്പൂരിയും മകനും ഒന്നും നാട്ടിലെന്ന് അറിയാൻ കഴിഞ്ഞു. ഏതോ ദ്വീപിൽ ചികിത്സക്ക് പോയതാന്ന സംസാരം. കാലുകേന്റെ നട്ടിൽ കൂട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞു. ഓർക്കുമ്പോ പേടിയോന്നാ. അന്ന് വാങ്ങിയ പണം അതുപോലെ എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് 5 പൈസ ഞാൻ എടുത്തിട്ടില്ല, എടുക്കുകയില്ല. പണം തിരികെ കൊടുത്ത ആ കാല് വീഴ ഒരവസരം കിട്ടിയാൽ മതിയായിരുന്നു. ശശിധരൻ മുകളിലേക്ക് നോക്കി നെഞ്ചത്ത് കഴിച്ച് പറഞ്ഞുപോയി. ആ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. നിങ്ങൾ കിട്ടിയെന്ന് പോരെ മനുഷ്യ. ഞാൻ ആലോചിക്കുന്നത് മറ്റൊന്നാ. കയ്യിൽ 10 പൈസയില്ല. നമുക്ക് 2 കൽപ്പിച്ച് തറവാട്ട് പോയി അങ്ങ് താമസിച്ചാലോ? നമ്മൾ ഇത്രയും പേരില്ലേ? മാത്രമല്ല കുറേ വർഷം കഴിഞ്ഞു. പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ പൂജിച്ച ഏലസ് ഉണ്ടല്ലോ. അതില്ലാത്തവരും ഇപ്പോൾ അവിടെയല്ലേ താമസിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കൽപ്പന ചോദിക്കുമ്പോൾ ദത്തനും ശശിധരനും പരസ്പരം നോക്കി. നോക്കട്ടെ, ആലോചിക്കാം. എല്ലാം നശിച്ചു. ഇനി മുന്നും പിന്നൊന്നും നോക്കാനില്ല. എന്തായാലും വരുന്ന എല്ലാവരും കൂടി ഒരുമിച്ചങ്ങ് നേരിടാം. എന്റെ മരണം വല്യമ്പൂരിയുടെ കൈ കൊണ്ട് തന്നെയാ. അപ്പൊ പിന്നെ തറവാട്ടി പോയി ഒളിച്ചിരിക്കുന്ന നല്ലത്. പിന്നെ ദത്ത നീലാംബരിയെ പിടിച്ചുകൊണ്ടുപോയാൻ ചില്ലറക്കാരനാവില്ല. അവൻ അവളോട് എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അവന്റെ ഓഫീസിലല്ലേ അവള് ജോലി ചെയ്ത്. മാത്രമല്ല പോവാൻ നേരം അവൻ എന്നെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഭദ്രയെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ മുകുന്ദൻ ജീവനോടെ കാണില്ലെന്ന്. പിന്നെ ആ സത്യസന്ധനെ അവിടെ കൊണ്ടുവന്നൊക്കെ മനഃപൂർവ്വം തന്നെയാ. വ്യക്തമായ പ്ലാനിങ്ങോടെ. ഒന്ന് അന്വേഷിച്ച് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട് എനിക്ക്. വയ്യ, കുറച്ചു ദിവസം കഴിയട്ടെ. നടുവിന് കൈ താങ്ങി ഞരങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു നിർത്തി. അളിയോ, അന്ന് പറഞ്ഞ സിനിമാ പിടുത്തക്കാർ പിന്നെ വിളിച്ചില്ലേ? ഒരു ദിവസം 5 ലക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ വലിയ ഷോ ആയിരുന്നല്ലേ നിങ്ങള്. തറവാടിൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് ആ ബ്രോക്കർ പറഞ്ഞപ്പോൾ അയാളോട് തന്നെ നേരിട്ട് വന്ന് എടുക്കാൻ ഞാൻ പറഞ്ഞു.
ഈ ചെറിയ ഫോൺ വെച്ച് ഞാനെന്ത് ഫോട്ടോ എടുക്കാനാ? അയാൾ എടുത്തെന്നോ ആർക്കൊക്കെ അയച്ചു കൊടുത്തെന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് ആ പ്രതീക്ഷയില്ല എൻ്റെ തത്ത. ഇപ്പൊ ആകെയുള്ള പ്രതീക്ഷ എൻ്റെ തള്ളയില. എൻ്റെ മുത്തപ്പ, ആ തള്ളക്ക് ക്യാൻസർ തന്നെ ആയിരിക്കണേ. പെട്ടെന്നൊന്നും ചാകാതെ കുറെ കാലം വലിച്ചു കിടന്ന ചികിത്സിക്കാൻ വേറെ വഴിയില്ലാത്ത തറവാട് വിൽക്കാനുള്ള തരം നോക്കായിരുന്നു. ദേ ഇപ്പോഴേ ഞാൻ കാര്യം പറഞ്ഞേക്കാം. ആ തള്ളയെങ്ങനെ കിടപ്പിലായാലേ മരം മൂത്രം കോരാൻ എന്നെ കൊണ്ട് പറ്റില്ല. കേട്ടല്ലോ, ഒരു ചുന്തിരിമോളും അതിനെ വല്ല ഒരു ചെറുമോളും ഉണ്ടല്ലോ, രണ്ടും കൂടി നോക്കട്ടെ. ആ നീലാംബരി അവള് വരട്ടെ. എനിക്ക് അവളെ 2 പൊട്ടിക്കണം ശശിയേട്ടാ. എന്റെ മോഹന്റെ ദേഹത്തിൽ വീണ് ഓരോ അടിക്കും ഞാൻ പകരം ചോദിക്കും. പല്ലുകടിച്ചുകൊണ്ട് കൽപ്പന പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നീലാംബരിയോട് പകയെരിഞ്ഞു. അവസരം കിട്ടൂടി. അവളെ വരുതിയിലാക്കാനുള്ള ഐഡിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ പറഞ്ഞ പോലെ രണ്ടും കൽപ്പിച്ച് നമുക്ക് തറവാട്ടിൽ പൂർത്തിക്ക് പോകണം. ദത്താ, നിനക്ക് ഞാൻ ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ല. എൻ്റെ പെങ്ങളുടെ മേലുള്ള നിന്റെ മോഹം തീർക്കാനുള്ള അവസരം നീലാംബരിയെ തിരികെ വരുത്താൻ ഇതിലും നല്ല ഐഡിയ വേറെയില്ല. ശശിധരന്റെ വാക്കുകൾ കേട്ട് ദത്തന്റെ ചുണ്ടിലെ വഷളം ചിരി മിന്നി. ഇങ്ങനെ കിടന്ന് കരയാതെ ലാവണി, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ആ മുകുന്ദന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ നിനക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. തലയിണയിൽ മുഖമമർത്തി തേങ്ങിക്കരയുന്ന ലാവണിയുടെ തോളിൽ പിടിച്ച് മായ അവളെ സമാധാനിപ്പിക്കുമ്പോൾ കണ്ണുനീർ അമർത്തി തുടച്ച് ലാവണി എഴുന്നേറ്റിരുന്നു. പക്ഷെ കൈവെക്കുന്ന ആദ്യമായിട്ടമായ നിനക്കറിയോ, നീലാംബരിയെ സ്നേഹിക്കുമ്പോൾ മുകുന്ദേട്ടൻ ആരില്ലാതെ തക്ക നോക്കി എൻ്റെ അടുത്ത് വരുമായിരുന്നു. വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രമായിരിക്കുന്നു പറയായിരുന്നു. നീലാംബരിയുടെ മുകുന്ദേട്ടനുള്ള വെറും കാമം മാത്രമായിരുന്നു എന്ന്. അവിടെയാ ലാവണി നിനക്ക് തെറ്റിയത്. നിന്നോടും ബാക്കിയുള്ള പെണ്ണുങ്ങളോടൊക്കെ അയാൾക്ക് അത് തന്നെയാ കാമം. ആ ഒരു കാര്യത്തിന് മാത്രമേ മുകുന്ദനെ കൊണ്ട് കൊള്ളാവൂ. ഭീരുവ അയാൾ. പിന്നെ നിന്റെ അത്രയും വെറുപ്പൊന്നും എനിക്ക് ആ നീലാംബരിയോടില്ല. കുട്ടിക്കാലം മുതലേ അവളുടെ സൗന്ദര്യവും പഠിത്തത്തിലുള്ള മികവൊക്കെ കണ്ട ഒരു കുശുമ്പും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മുകുന്ദനെ പോലെ ഒരുത്തനെ കെട്ടി ആ തറവാട്ടിൽ കഴിഞ്ഞുകൂടാൻ ഞാനും ആഗ്രഹിച്ചു. പക്ഷേ നീയും ആ പച്ചിയോടൊപ്പം കൂടി എന്തൊക്കെയാണ് അവളോട് കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടല്ലേ നിനക്ക് മുകുന്ദനെ എത്ര പെട്ടെന്ന് കെട്ടേണ്ടി വന്ന്. വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് അവരെല്ലാവരും ആൾക്ക് വേണ്ടി എറണാകുളത്ത് നിന്ന് വന്നത്. മായ പറയുമ്പോൾ മുഖമുയർത്തി നോക്കിയ ലാവണിയുടെ കണ്ണുകളിൽ തീയേരിയുന്നുണ്ടായിരുന്നു. വെറുപ്പാണ് എനിക്ക് അവളെ, വെറുപ്പാ. ഇപ്പം അത് കൂടിയിട്ടേ ഉള്ളൂ. അവളെ കിട്ടാത്തതിൻ്റെയാ മുകുന്ദേട്ടൻ എൻ്റെ മേലെ കാണിക്കുന്നത്. അവിടെ വെച്ച് എല്ലാവരും നീ വിളിച്ചു പറഞ്ഞില്ലേ, മറ്റാരും കീഴിൽ ഉറപ്പുള്ളതുകൊണ്ട് മാത്രം അയാളോട് ഞാൻ സ്നേഹം നടിക്കുന്നെന്നും മുകുന്ദേട്ടൻ്റെ കൂടെ ഒരേ മുറിയിൽ എന്നെ കണ്ടിട്ടുണ്ടെന്നും. സത്യമല്ല, സത്യ എല്ലാം എന്നിൽ നിന്ന് മുകുന്ദേട്ടൻ കവർന്നെടുത്തു. പക്ഷേ എൻ്റെ ശരീരത്തിൽ പടർന്ന് കയറുമ്പോൾ പോലും അയാളുടെ നാവിൽ വരുന്ന പേരെന്താണെന്നറിയും നിനക്ക്? നീലാംബരി. എൻ്റെ ശരീരം ആസ്വദിക്കുമ്പോൾ പോലും അയാളുടെ നാവ് അവളുടെ പേരെ വിളിച്ചു പോകുന്നു. വരുന്നു, അയാളുടെ സുഖത്തിന് വേണ്ടി എന്തോ കാട്ടിക്കൂട്ടുന്നു, പോകുന്നു. അത്ര തന്നെ. അല്ലാതെ എന്നെക്കുറിച്ച് അയാൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ സുഖത്തിന് വേണ്ടി. ലാവണിയെ നിർത്തി. പിന്നെ വീണ്ടും പറഞ്ഞു തുടങ്ങി. അവളെ കെട്ടിക്കഴിഞ്ഞ് അവളോടുള്ള മോഹം തീരുമ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പൊ കൂടി മുകുന്ദേട്ടൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയോ? അയാൾക്ക് എന്നെ മടുത്തു എന്ന്. ഏത് പെണ്ണിന്റെ കൂടെ പോയാലും ഇനി എന്നെ അയാൾ തൊടുക പോലും ഇല്ലാന്ന്. അവളെ കിട്ടാത്തതിന്റെ ദേഷ്യം എന്നോട് തീർക്കും അയാൾ. എന്റെ ജീവിതം പെരുവഴിയിലായപ്പോ അവൾക്ക് കിട്ടിയതോ കോടീശ്വരനായ ഒരു ലോകസുന്ദരനെ. വീട്ടിലും ഞാൻ അവളെ. ഇവിടെ ഉള്ളവരുടെ സംസാരം ഞാൻ കേട്ടതാ. ആ തറവാട്ടിൽ പോയി താമസിക്കാൻ പോവാ എല്ലാവരും. അവളെ വിളിച്ചു വരുത്താൻ വേണ്ടി കൊല്ലും ഞാൻ അവളെ. നീ വിഷമിക്കണ്ട, ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു തവണ അവൾ ഈ നാട്ടിൽ കാലുത്തട്ടെ, പിന്നീട് അവൾ തിരികെ പോവില്ല. നീ പറയും പോലെ കൊല്ലാനും തല്ലാനും നിനക്കും എനിക്കോ കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, ആദ്യം നശിപ്പിക്കേണ്ടത് അവളുടെ സൗന്ദര്യ. അതിനെന്തൊക്കെ പൊടിക്കൈകളുണ്ട് മോളെ. ഇതിനോടകം മായയിൽ ലാവണി തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം തിരികെ പോകാനിരുന്നവർക്ക് കുറേ ദിവസങ്ങൾ കൂടി കൈലാസത്തിൽ തങ്ങേണ്ടി വന്നു. വേറൊന്നും കൊണ്ടല്ല, നിർമ്മലയുടെ നിർബന്ധപ്രകാരം. ഒരു വെള്ളിയാഴ്ച കുടുംബക്ഷേത്രത്തിൽ നടക്കാനിരിക്കുന്ന വിശേഷാൽ പൂജയ്ക്ക് പങ്കെടുക്കാതെ പോവാൻ കഴിയില്ലെന്ന് അവർ കട്ടായം പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാവ്യക്കും ആവണിക്കും ജാൻ ഒരാഴ്ച ലീവ് കൊടുത്തു. രാവിലെ എല്ലാ ദിവസവും ജാനും കിരണും ശ്രീയും ശിവനാഥ് മേനോനും ഓഫീസിലേക്കും ഹോസ്പിറ്റലിലേക്കുമായി പോകും. രാത്രിയാവും തിരികെ വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നിലക്കും കാവ്യക്കും നേരെ ചൊവ്വേ ഇവരേക്കൊന്ന് കാണാൻ പോലും കിട്ടാറില്ലായിരുന്നു. പകൽ സമയങ്ങളിൽ നിലയും കാവ്യയും തറവാട്ടിലും പരിസരത്തും ചുറ്റി നടക്കും. കൂടെ രാധികയും ഒപ്പം കാണും. പൂക്കൾ പൊട്ടിച്ചും ഊഞ്ഞാലാടിയും ഒക്കെ. കുളത്തിലേക്ക് തിരിയുന്ന വഴിയിൽ അവരെ പോവാൻ അനുവദിച്ചിരുന്നില്ല തറവാട്ടിലുള്ളവർ. നീലാംബരി അത്ര കുളം കണ്ടിരിക്കുന്നു. അതൊക്കെ ഇവിടെ ആർക്കറിയാനാ? അതുകൊണ്ട് അങ്ങോട്ട് അവരും പോയില്ല. മാധവി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് പിള്ളേരെ എരികേറ്റു. ഇതിലും വലുത് കണ്ട പിള്ളേര് ഇതൊക്കെ എന്ത് എന്ന പോലെ അവരങ്ങോട്ട് മാറുമ്പോൾ തിരിഞ്ഞെന്ന് കൊഞ്ഞനും കുത്തും. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് പൂജ. രാവിലെ തന്നെ പതിവിലും നേരത്തെ എഴുന്നേറ്റൊന്ന് കുളിച്ച് ഫ്രഷായി നീലാംബരി. രാത്രി മുഴുവൻ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വല്ലാത്ത മൂടൽ മഞ്ഞായിരുന്നു. അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട്. കാവ്യ ഉണരാത്തതുകൊണ്ട് തന്നെ അവൾ ആ ഭാഗത്തേക്ക് പോയില്ല. ഒറ്റയ്ക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഒരു ചമ്മലാണ് അവൾക്ക് ഇപ്പോഴും. തറവാടിന്റെ കിഴക്ക് ഭാഗത്ത് വിശാലമായ വരാന്തയാണ്. ആ വരാന്തയിൽ തന്നെ ഡയറക്റ്റ് പുറത്തേക്ക് തുറക്കുന്ന കുറെ മുറികൾ. മുറിയിൽ പ്രവേശിക്കാൻ അകത്തുനിന്ന് വാതിലുണ്ട്. ആ മുറികളിൽ ഒന്നിലാണ് നിലയും കാവ്യയും കിടക്കാറ്.
മറ്റു മുറികളിൽ ആരൊക്കെയോ ഉണ്ട്. വരാന്തിലേക്ക് ഇറങ്ങുന്ന വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കുളിച്ചീറൻ മാറാത്ത ദേഹത്തേക്ക് തണുപ്പ് അരിച്ചു കയറി. കിളികളുടെ കൊഞ്ചലിൽ മതിമറന്ന് കണ്ണുകളടച്ച് ഇരുകയും കൂട്ടിത്തിരുമ്മി ഒന്ന് ആഞ്ഞു ശ്വസിച്ചു അവൾ. ഇരുൾ കീറി പിറവിയെടുത്ത പ്രഭാതത്തിൽ മഞ്ഞിന്റെ നനുത്ത സുഗന്ധം പ്രതീക്ഷിച്ചെടുത്ത് അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലൊരു പെർഫ്യൂം സുഗന്ധം നാസികയിലേക്ക് അരിച്ച് കയറിയതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ വലിച്ച് തുറന്നു. മുന്നിൽ നിൽക്കുന്നവൻ ആരാണെന്ന് അറിയാമെങ്കിലും ഒന്ന് നേരെ ചൊവ്വെ കാണുന്നതിന് മുന്നേ തന്നെ അവളുടെ അരയിലൂടെ അവന്റെ പരിഷ്ടമാർന്ന കൈകൾ ചുറ്റി വരിഞ്ഞുകൊണ്ട് അവളെ ചുമരിൽ ചേർത്ത് നിർത്തിയിരുന്നു ജാൻ. 1-2 നിമിഷം വേണ്ടി വന്നു എന്താ സംഭവിച്ചെന്നുള്ള ബോധം അവൾക്ക് വരാൻ. കൂട്ടിപ്പിടിച്ച കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ കണ്ടു കഴുത്തിലെ നീളൻ ടാറ്റു. മുകളിലേക്ക് മിഴികൾ ഉയർത്തിയതും 2 വെള്ളാരം കണ്ണുകൾ അവളുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. പുഞ്ചിരിയില്ലാത്ത, കുസൃതിയില്ലാത്ത, ദേഷ്യമില്ലാത്ത, അവളെ കൊത്തിവലിക്കുന്ന മറ്റൊരു ഭാവമായിരുന്നു അവന്റെ മുഖത്തപ്പോൾ. തന്റെ ദേഹത്ത് അമർന്നിരിക്കുന്ന അവന്റെ ശരീരത്തിന്റെ ചൂട് ആ തണുപ്പിലും ദേഹത്തേക്ക് പടർന്നു കയറുന്നു അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ അവനെ മെല്ലെയൊന്നൊഴിഞ്ഞു. ആകെ വിയർത്തിരിക്കുന്നു. നെറ്റിയിലൊക്കെ ചെറു വിയർപ്പണങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ധരിച്ചിരിക്കുന്ന ഗ്രേ കളർ ടീഷർട്ടിലും വിയർപ്പിന്റെ നനവുണ്ട്. മുടിയൊക്കെ ആകെ ഉലഞ്ഞിരിക്കുന്നു. ജോഗിങ് കഴിഞ്ഞുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി. ചാൻസർ മാറിക്കേ, എല്ലാവരും അപ്പുറത്തുണ്ട്. കാവ്യ എന്തോ പറയാൻ വന്ന അവളുടെ ചുണ്ടുകളിൽ ചൂണ്ടുവിരൽ അമർത്തി തടഞ്ഞുകൊണ്ട് ഞൊടിയിടയിൽ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുടെ നേരെ താഴ്ന്നു വന്നതും അവൾ വേഗത്തിൽ മുഖൊരു വശത്തേക്ക് തിരിച്ചു കളഞ്ഞു. അവന്റെ ചുണ്ടുകൾ പതിച്ച അവളുടെ ഇടതുകാതിൽ അവന്റെ ശ്വാസം തുളഞ്ഞു കയറിയ നിമിഷം പിടച്ചുകൊണ്ട് ഒന്ന് താഴ്ന്നു കൂടി പോയവൾ ഇടുപ്പിൽ പിടിച്ചൊന്ന് ഉയർത്തി നിർത്തിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയൊന്ന് ആഞ്ഞു മണത്തു അവൻ. ആ ശബ്ദം പോലും അവളിൽ വല്ലാത്തൊരു വിറയിൽ സൃഷ്ടിച്ചു. കഴുത്തിൽ നിന്ന് കവിളിലേക്കും ചെവിയിലേക്കും ഒരു പാത തീർത്ത് അവന്റെ താടി രോമങ്ങൾ കൊണ്ട് 2-3 വട്ടം അവൻ ഉരസിക്കൊണ്ടിരുന്നു. സർ പ്ലീസ്. ഒരു മൂളലിനൊപ്പം അവളിൽ നിന്നുതിർന്ന ഞെരങ്ങിയുള്ള വാക്കുകൾ. അത് കേൾക്കി അവന്റെ പല്ലുകൾ അവളുടെ കാതിൽ ചെറുനോവ് തീർത്തു. ഉണ്ണിയേട്ടാന്ന് വിളിക്കുന്നില്ല. കാതുകളിൽ അവന്റെ കാറ്റുപോലുള്ള സ്വരം. ഇല്ല, വിളിക്കില്ല. ഒരു വാശി പുറത്ത് പറഞ്ഞു പോയതാണ്. ടോപ്പിന് മുകളിലൂടെ തന്നെ അവന്റെ വലത് കൈ ശക്തിയിൽ ഇടുപ്പിൽ മുറുകുന്നതറിയേ നിലത്ത് നിന്ന് അവളൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. ഒന്നേരി വലിച്ചുകൊണ്ട് അവന്റെ ഇരുതോളിൽ അവളൊന്ന് പിടിമുറുക്കിയ നിമിഷം അവന്റെ ചുണ്ടുകൾ കാതിന് താഴെ കമർന്നിരുന്നു. പണിഷ്മെന്റ് കൂട്ടണോ അതോ നീ വിളിക്കുന്നോ? വീണ്ടും കാതുകളിൽ കേട്ട കാറ്റുപോലുള്ള അവന്റെ സ്വരത്തിൽ അറിയാതെയൊന്ന് മൂളിപ്പോയി അവൾ. പ്ലീസ് വിട്ട്, ഒരു കാര്യം പറഞ്ഞോട്ടെ. അവളിൽ നിന്ന് അവന്റെ കൈയൊന്ന് അയഞ്ഞു എന്ന് തോന്നിയ നിമിഷം അവനെ തള്ളി മാറ്റി ഓടിപ്പോയി മുറിയിൽ കയറി വാതിലടച്ചു കുറ്റിയിട്ടു. തുറന്നു കിടന്ന ജനലിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഒരു വിജയച്ചിരിയോട് അവനെ ഒന്ന് നോക്കി അവൾ. മുടിയിഴകൾ കൈവിരൽ കൊണ്ടൊന്ന് പുറകിലേക്ക് മാടിയൊതുക്കി അവൻ അവളെ ഒന്ന് തുറിച്ചു നോക്കി. അപ്പൊ നീ വിളിക്കില്ല അല്ലേ? ഇല്ല, വിളിക്കില്ല. അതെന്താ? അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. ആ പേരിനോടെ മലയാളികൾക്കൊരു ബഹുമാനമൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ചന്ദനക്കുരിയെങ്കിലും വേണം. മസിൽ ഉരുട്ടി കയറ്റി മോഡേൺ ഡ്രസ് ഇട്ട് ഇംഗ്ലീഷും പറഞ്ഞു നടക്കുന്ന ജാടക്കലിപ്പൻ CEO മിസ്റ്റർ ജാൻ ഉണ്ണിയേട്ടൻ എന്ന പേര് തീരെ ചേരില്ല. മുണ്ട് ഷർട്ടിട്ട് വരാനൊന്നും പറയുന്നില്ല. എങ്കിലും വിളിക്കാൻ എനിക്ക് കൂടി തോന്നണം. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, വിളിക്കണോ വേണ്ടയോ എന്ന്. ഇടുപ്പിൽ കൈകുത്തി ചുണ്ടിന്റെ അറ്റമൊന്ന് കടിച്ചു പിടിച്ചു അവൻ. യുവർ കൗണ്ട് ഓൺ us begin-ഇല്ല. അടുത്ത തവണ ഇതുപോലെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പൊ പൊന്നുകൾ കരയാൻ തയ്യാറായിക്കോ. കലിപ്പൻ CEO അല്ലേ? എൻ്റെ പേര് ജയ് ശിവനാഥ മേനോൻ എന്നാണെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ഉണ്ണിയേട്ടാന്ന് വിളിപ്പിച്ചിരിക്കും. കാണാം. സോ യു ആക്സെപ്റ്റഡ് ദി ചലഞ്ച് റൈറ്റ്? ജോയിൻ കഴിഞ്ഞ് വന്നല്ലേ, ആദ്യം തല നനയ്ക്ക് പോയെന്ന് കുടിക്ക്, എന്നിട്ട് ഐസിൽ ടീ ഉണ്ടാക്കി കുടിക്ക്. ഒരു ചെറുചിരിയോട് അവൾ പറയുമ്പോൾ ഇടുപ്പിൽ കൈ രണ്ടും കുത്തി കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് ഇരു സൈഡിലേക്ക് ഒന്ന് തലയാട്ടി ജാൻ. നീല, യു ആർ ഡൺ. യു ആർ ഗോയിങ് ടു ക്രൈ. ഓ ആയിക്കോട്ടെ. നീ പറയുന്നത് സത്യമാണോ മോളെ? മുന്നിൽ വന്ന് ഇന്ന് വിറക്കുന്ന ആവണിയെ നോക്കി മാധവി കണ്ണുമിഴിച്ചു. രാവിലെ തന്നെ മകളുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ബെഡിൽ നിന്ന് ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അവർ. ആദ്യം മമ്മി, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. അവർക്കിടയിൽ എന്തോ ഉണ്ട് മമ്മി, എനിക്ക് ഉറപ്പാ. അവളുടെ വശീകരണത്തിൽ ജാൻ വീണു. എനിക്ക് സഹിക്കുന്നില്ല മമ്മി. കരയുന്നതിനിടയിൽ പോലും ആവണിയുടെ അലച്ച പോലെയുള്ള ഒച്ച ആ മുറിയിൽ മുഴങ്ങി കേട്ടു. ഒന്ന് പതുക്കെ, ആരെങ്കിലും കേൾക്കും.
ചുണ്ടിൽ ചൂണ്ടിവിരലമർത്തി പതുങ്ങിയ ശബ്ദത്തിൽ മാധവി മകൾക്ക് താക്കീത് നൽകി. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. അവൾക്ക് കാണിക്കാം, എനിക്ക് പറയാൻ പാടില്ല അല്ലേ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. എന്ത് ചെയ്തിട്ട് ഏത് ചെയ്തിട്ടോ വേണ്ടില്ല, എനിക്ക് അവനെ വേണം മമ്മി. മമ്മി അവരോടൊക്കെ ഞങ്ങളുടെ വിവാഹകാര്യം സംസാരിക്കാന്ന് പറഞ്ഞിട്ട് എന്താ ഇതുവരെ അത് ചെയ്യാത്ത? കണ്ടില്ലേ, അവൾ ഇവിടെ എത്തി. രാവിലെ നേരത്തെ ഉണ്ടെന്ന് ജാനോടൊപ്പം ജോഗിങ്ങിന് പോകാൻ തീരുമാനിച്ചാണ് ആവണി തലേന്ന് ഉറങ്ങാൻ കിടന്ന്. പക്ഷേ രാവിലെ അല്പം വൈകിയുണ്ടെന്ന് ആവണി വേഗത്തിൽ തന്നെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ജോഗിങ്ങിന് കൂടെ കൂടാൻ പറ്റിയില്ലെങ്കിലും അല്പസമയത്തിന് അവനൊന്ന് കയ്യിൽ കിട്ടണം, തരം കിട്ടിയാലൊന്ന് സംസാരിക്കണം, എങ്ങനെയെങ്കിലും മനസ്സിൽ കയറി കൂടണം. അത്രയും ഉണ്ടായിരുന്നുള്ള ആവണിയുടെ മനസ്സിൽ. പ്രകൃതി പോലും റൊമാൻറ്റിക്കായി തണുത്ത പ്രഭാതത്തിൽ ചൂട് പിടിച്ച മനസ്സുമായി ആവണി വരാന്തിയിലേക്ക് ഇറങ്ങിയതും കണ്ടത് ചൂട് പിടിച്ചൊരു കാഴ്ച തന്നെയാണ്. അതും സൂപ്പർ റൊമാൻറ്റിക്. ചുറ്റിപ്പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി നിലയുടെ കഴുത്തിൽ മുഖമിട്ട് ഉരസുന്ന ജാൻ, പൊള്ളിപ്പിടയുന്ന നീലാംബരി. മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ ഏറെ നേരം ആവണി തറഞ്ഞു നിന്നുപോയി. ശേഷം അവനെ തള്ളി മാറ്റി ഓടി മുറിയിൽ കയറി കഥ കിടക്കുന്ന നീലാംബരി. അവരുടെ സംസാരം കേൾക്കാൻ കഴിയുന്നില്ല. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യവും വാശിയും സങ്കടവുമായി തിരികെ ഓടി വന്നതാണ് മുറിയിൽ. നോക്കുമ്പോൾ കൂർക്കം വലിച്ചുറങ്ങിയാണ് മാധവി. വിളിച്ചുണർത്തി കാര്യങ്ങൾ വേഗത്തിൽ അങ്ങ് അവതരിപ്പിച്ചു ആവണി. മോളെ, നീ വിഷമിക്കണ്ടടി. പിന്നെ നിന്റെ മമ്മിയെന്ന് പറഞ്ഞ് ഞാനിതിനാ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം, ചില ദരിദ്രവാസി പെമ്പിള്ളേർക്ക് ദൈവം സൗന്ദര്യം അങ്ങ് വാരിക്കോരി കൊടുക്കും. എന്തിനാ? അതുകൊണ്ടെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ട് എന്താവും? വലിയ വീട്ടിൽ ആമ്പിള്ളേര് കയറി അങ്ങ് നിരങ്ങും. അവസാനം വയറ്റിലുണ്ടാകുമ്പോൾ ചിലതിനെയൊക്കെ കൊന്നു തള്ളും. ചിലതൊക്കെ തന്തയില്ലാത്ത കൊച്ചിനെയും കൊണ്ട് നടക്കും. പിന്നെ തരത്തിലുള്ളവന്മാരെ കെട്ടി ശിഷ്ടകാലം ജീവിക്കും. ഇവളൊക്കെ അതിനെ കൊള്ളാവും. നീ പറഞ്ഞ ഇവളുടെ അമ്മമ്മയുടെ കഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയല്ലേ? നീ നോയിക്കോ. വിവാഹക്കാര്യം പറയുമ്പോൾ ജാന അവളെ കളഞ്ഞ് നിന്നെ കിട്ടു. കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.